പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മന്ന് സംക്രാന്തി ആയിട്ട് കുറച്ച് ലോങ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കുറച്ച് എനിക്ക് പറ്റാവുന്ന വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നിർബന്ധമാണ്. നമ്മൾ ആദ്യം തന്നെ അരി ഉഴുന്ന് രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഇത് നന്നായി എൻ്റെ മോനിന്ന് ചുമയായതുകൊണ്ട് പോയിട്ടില്ല, അവനാണ് അപ്പം സഹായിക്കാനുള്ളത്. അപ്പം നമുക്ക് ഇത് അരച്ചെടുക്കാം. കൈമാറ്റിക്കോ. ഉഴുന്നുമാവ് വന്നിട്ട് ഒരുവിധം ആവാനായിട്ടില്ല, ഇപ്പം ആവാനായിട്ടില്ല, നരഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പം നമുക്ക് ഇത് ഉഴുന്നായിട്ട് വേണം അരി കഴുകി അരിച്ച് വെച്ചിട്ട് അതരയ്ക്കണം. ഇനിയാണ് ബാക്കി പണി. അപ്പം എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. അപ്പം ഇതാവുമ്പോഴേക്കും നമുക്ക് തിരികെ അലക്കിയിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മാവിൽ ഉപ്പിട്ടിട്ട് കലക്കി വെക്കാമെന്ന് പറഞ്ഞു. ഉപ്പൊക്കെ ഇട്ട് കൈയിട്ട് നന്നായി കലക്കി അടച്ച് വെക്കണം. ഇനി അടുത്ത പണി പറഞ്ഞ് പാറുവിനെ വിളിക്കാൻ പോകണം. അപ്പോഴേക്കും 3 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറുവിൻ്റെ അംഗൻവാടി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 2 കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുമ്പോൾ അവൾ ഉപ്മാവ് കഴിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നേരെ ഉള്ളിലോട്ട് പോയി. അവൾ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവളുടെ അടുത്തൊന്നുമില്ല. പിന്നെ അവളുടെ എടുത്തിട്ട് ഞാൻ നേരെ പോയത് വീട്ടിലേക്കല്ല കേട്ടോ. നാളെ സംക്രമം അല്ലേ, മൈലാഞ്ചി ഇടണ്ടേന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മൈലാഞ്ചി വലിക്കാനാണ് ഞാനും അവളും കൂടി പോയത്. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, അവിടെ എത്തിയ ഒരു വീട്ടിലാണ് പോയത്. അപ്പോൾ അവിടെ നിറയെ മൈലാഞ്ചി ഉണ്ട് കേട്ടോ. അതൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അങ്ങനെ വലിച്ച് വീടെത്തി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചേട്ടകളയുന്ന സംഭവം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമ്മയാണ് കളഞ്ഞത്. അപ്പോൾ ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്തു. അത് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ തന്നെ, ചെറിയ ജാറിൽ തന്നെ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൊത്തം അത് അരച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനി അമ്മയ്ക്കായിരുന്നു. അമ്മ പിന്നെ മക്കളുടെ കൈയൊക്കെ ഇരുട്ടായതുകൊണ്ട് രാത്രി ഒരു 7-7:30 പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നേരം നിന്നില്ല, ഇരുട്ടായത് കാരണം. ഫോൺ അല്ലെങ്കിലേ ക്ലിയർ ഇല്ല. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ എല്ലാം കുട്ടികൾക്കൊക്കെ ഈ അരച്ച മൈലാഞ്ചി കയ്യിലൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നത് എപ്പോഴും അമ്മ തന്നെയാണ്. അമ്മയാണ് എപ്പോഴും കല്ലിലരയ്ക്കുന്നത്. പക്ഷെ ഇന്ന് മഴയുള്ളത് കൊണ്ട് പിന്നെ അത് ചെയ്തില്ല. പിന്നെ ഞാൻ വേഗം മിക്സിയിൽ വെച്ച്, അല്ലെങ്കിൽ അമ്മ തന്നെയാണ് കല്ലിലൊക്കെ അരയ്ക്കുക. അപ്പോൾ അരച്ച് കഴിഞ്ഞ് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊതിന് പറയുന്നതാണ് ഇറച്ചി പൊതി കെട്ടുക എന്ന് പറയും. അങ്ങനെ കയ്യിൽ ഇറച്ചി പൊതി കെട്ടി മൈലാഞ്ചി ഇങ്ങനെ പൊതി കെട്ടുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇറച്ചി പൊതി എന്നാണ് പറയുക. അങ്ങനെ 3 ആൾക്കും കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പാറുകുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പാറൂസ് ഇത് കണ്ടത് അയ്യോ അപ്പിയാണ് വേണ്ട പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഉള്ളിലേക്ക് ഓടി പേടിച്ചിട്ട്. അങ്ങനെ അവർക്ക് 3 പേർക്കും കയ്യിലൊക്കെ കെട്ടിക്കൊടുത്ത് ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞതും പിന്നെ എല്ലാവർക്കും കൈ ചൊറിയാൻ തുടങ്ങി, ഉറക്കം വരാൻ തുടങ്ങി. എനിക്ക് മാന്തി കൊടുത്ത ഒരു വിധമായി. അങ്ങനെ ഏകദേശം ഒരു 9:30 വരെ നിന്നു. 9:30-ക്ക് ഈ സാധനം ഇറച്ചിപ്പൊതി മൈലാഞ്ചി ഇട്ടത് അഴിച്ചു, പിന്നെ കഴുകി തൊടുത്തു. അപ്പോഴേക്കും ഒക്കെ കിടക്കാനുള്ള സെറ്റപ്പായി. ഇത്തിരി എണ്ണയും കയ്യിൽ തേച്ച് കൊടുത്ത് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് അവർ. പിന്നെ ഞാൻ രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഉറങ്ങി എണിച്ച് വന്നത് ഞാൻ മാവ് നോക്കിയപ്പോൾ നന്നായി പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടിയാണ് അരച്ചത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്. ഞാൻ സ്കൂളില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംക്രമമായിട്ട് സ്കൂൾ അവധി വെക്കില്ലല്ലോ. അപ്പം അങ്ങനെ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാവിന് കരണ്ടി കൊണ്ട് നന്നായി ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും പാർക്കുട്ടിക്ക് അച്ഛൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. നമ്മ പറഞ്ഞ പാർക്കുട്ടി കേൾക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛമ്മയും ഞാനൊക്കെ ഇന്നലെ പറഞ്ഞു നോക്കിയപ്പോൾ വേണ്ട, അപ്പിയാണ് പറഞ്ഞു. പിന്നെ അച്ഛൻ തന്നെ നല്ല വാക്ക് പറഞ്ഞ് അവൾക്ക് ഏട്ടന്മാരിനെ പോലെ ചന്താക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവൾക്കും അതേപോലെ 2 കയ്യിൽ പൊതി കെട്ടിത്തരാമെന്ന് പറഞ്ഞ് പൊതി കെട്ടി കൊടുത്താണ്. നിറയെ രാവിലെ ആണെങ്കിൽ നിറയെ കൊതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് ഇനി മാന്താൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് തോർത്തൊക്കെ കാലിലൊക്കെ ഇട്ട് കൊടുത്തിരുത്തിയതാണ്. അപ്പോൾ 2 കയ്യിൽ അരച്ച് പൊതി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോഴേക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി പറഞ്ഞിട്ട് ഞാൻ വേഗം ആദ്യം തന്നെ തേങ്ങയും
ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടിയിട്ട് അരച്ചു, ചട്നിക്ക് അരച്ചാണ്. ചെറിയുള്ളിയും കൂടി അരച്ച് ഒരു പാത്രത്തിലാക്കി. പിന്നെ ഇനി താളിച്ചിട്ട് ഇതിൽ ഒഴിച്ചാൽ മതിയല്ലോ. വേഗം അവർക്ക് സമയം 7:30 കഴിഞ്ഞു, 7:45. അപ്പോൾ പിന്നെ താളിച്ചും കൊണ്ട് പിന്നെ ഇതിലൊഴിച്ച് പിന്നെ കുട്ടികൾക്ക് ഇഡ്ഡലിയല്ലേ ഉണ്ടാക്കണ്ടുള്ളൂ. ദോശ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ സമയമില്ല പറഞ്ഞതുകൊണ്ട് ഇഡ്ഡലി ആകുമ്പോൾ രണ്ടാവി എടുത്താൽ എല്ലാവർക്കും ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം എളുപ്പപ്പണി നോക്കിയിട്ടാണ്. വൈകുന്നേരം ദോശ ഉണ്ടാക്കി തരാം ഉണ്ണി, ഇപ്പം ഇഡ്ഡലി കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവരും ആവെന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് ചട്നിക്കുള്ള ഇത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഇത്തിരി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച്, തേങ്ങ അരച്ച് വെച്ചതിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഇത് നമുക്കിതിൽ ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി ഇത് മൂന്നും കൂടി അരച്ച് വെച്ച് നമ്മൾ ഒരു ഡവറയിലാക്കിയതാണ്. പിന്നെ വേഗം ചട്ടി അടുപ്പിൽ വെച്ച് താളിച്ചെടുക്കാൻ വേണ്ടി ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകിട്ടു. സമയമില്ലാത്തത് കൊണ്ടൊക്കെ അല്ല, വേഗമാണ് വീഡിയോ എടുക്കാൻ മോനെ തന്നെ വിളിക്കണമല്ലോ. അങ്ങനെ കടുക് തളിച്ചു. 2 കപ്പളമുളക് നോക്കിയപ്പോൾ, ചുവന്ന മുളക് നോക്കിയപ്പോൾ ഇല്ല, കഴിഞ്ഞിരിക്കണം. അപ്പോൾ 2 പച്ചമുളക് കിട്ടി പഴുത്തത്. അതിനിട്ട് കറിവേപ്പിലയിട്ടും കൊണ്ട് വേഗം ഒന്ന് താളിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് താളിച്ചും കൊണ്ട് അതിലൊഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കറിയായി. പിന്നെ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്കാണെങ്കിൽ സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയാം, വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണരുത്. ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കരുത്. അങ്ങനെ നമ്മൾ ഈ എന്താ പറയുക താളിച്ച് വെച്ചത് നമ്മൾ ഈ ചട്നിയിലോട്ട് ഒഴിച്ച് കൊടുത്തു. ചിലവർ ചീഞ്ചട്ടിയിലിട്ട് ചൂടാക്കാറുണ്ട്. ഞാൻ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വേഗം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചൂടാക്കാൻ നിന്നില്ല, വേഗം സമയമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ചെറിയ ഉള്ളിൻ്റെ മണവും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചോറായ വഴിക്ക് വേഗം അടുപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. മിക്കവാറും ഇഡ്ഡലിയൊക്കെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇഡ്ഡലി തട്ടിൽ എന്താ പറയുക മാവ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ കുട്ടികളെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം കുളിക്കട, 8 മണിയായി സമയം, ഇഡ്ഡലി ആകുമ്പോഴേക്കും കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വാ, ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വാ, എന്നിട്ട് ഞാൻ അപ്പോഴേക്കും ഇഡ്ഡലിയും ചട്നിയും കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി പറഞ്ഞ് രണ്ടാമത്തെ മോൻ വേഗം പോയി കുളിച്ചു. രണ്ടാമത്തെ ചെറിയ മോനും വേഗം പോയി കുളിച്ചു. അപ്പോഴേക്കും ഞാൻ അവർ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇഡ്ഡലി തട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കുട്ടിയാണ് ക്യാമറ എടുക്കുന്നത്, വലിയ മോനെ ഫോൺ പിടിക്കണം. അപ്പോൾ പിന്നെ അവനെ പെട്ടെന്ന് അയച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് ഇതെങ്ങനെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. ഇഡ്ഡലി സോഫ്റ്റ് ഉണ്ടാവുമോ, ഇനി കുഞ്ഞതാവോ, എന്താണോന്ന് അറിയില്ല, നമുക്കത് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച്, കാരണം ഇതുവരെ ചേർത്താട്ടോ ഒരു സാധനം അരിമാവി ചേർത്തിട്ടുണ്ട്, കുറച്ച് 2 കരണ്ടി വെള്ളച്ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അമ്മ അവിടെ മുറ്റം പൂവിടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇതാക്കി പൂവിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെളിയിലേക്ക് വരുമ്പോൾ പൂവിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വേഗം തന്നെ അടുപ്പിൽ വന്ന് നോക്കുമ്പോഴേക്കും ഇഡ്ഡലി ആയെന്താന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സത്യം ഷോക്കായിട്ടാണ്. നന്നായി പൊന്തിയിട്ടുണ്ട്, നല്ല കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സോഫ്റ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ അറിയാത്തവരാണെങ്കിൽ ഒന്ന് നമ്മൾ ഇഡ്ഡലി മാവ് ദോശയ്ക്കാണെങ്കിലും ശരി, ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഇത്തിരി ഒരു 1.5 കയ്യിൽ വെള്ളച്ചോറ്, നമ്മൾ തലേ ദിവസത്തെ ചോറ് എന്താ ഇട്ട് അരച്ച് നോക്കുക, അടിപൊളി സോഫ്റ്റായ ഇഡ്ഡലി, എന്താ പറയുക, നല്ല ടേസ്റ്റായി. വലിയ ഇഡ്ഡലി സോഫ്റ്റ് പഞ്ഞി പോലെ ഉണ്ട്. ഞാൻ പിന്നെ അമത്തി നോക്കാനും മുറിക്കാനൊന്നും നിന്നില്ല കേട്ടോ. കുട്ടികൾക്ക് സമയമായി, അവിടെ അവന് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീഡിയോ എടുക്കാൻ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും അമ്മ മുറ്റത്ത് പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ചന്തത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മക്കളുടെ മൈലാഞ്ചി കണ്ടില്ലേ, അവർ കാണിച്ചു തന്നാണ്. കൈയൊക്കെ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ഒരു 2 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒക്കെ നാണം വന്ന് മക്കളൊക്കെ സ്കൂളിൽ പോകാൻ മാസ്കൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മൈലാഞ്ചി. അപ്പോഴേക്കും ഏട്ടൻ കോഴി ഇറച്ചി എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോൾ ബീഫ് എടുത്തിട്ട് വന്ന് ആൾ തന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ആൾ തന്നെ മുറിച്ച് ബീഫൊക്കെ ആൾ തന്നെ വെക്കുന്നുണ്ടോ, നമ്മളൊന്നും അതിൻ്റെ അടുത്തേ പോണ്ട ചിക്കനൊന്നും. അപ്പോഴേക്കും പാറു ഒരേ കരച്ചില്ല, എൻ്റെ മൈലാഞ്ചി അഴിക്കണം പറഞ്ഞു. അങ്ങനെ വേഗം അഴിച്ചു കൊടുത്തു. നേരെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, കാരണം സ്കൂളിൽ പോണ തിരക്കൊക്കെ അല്ലേ. പിന്നെ അവൾ മൈലാഞ്ചിയൊക്കെ ഇട്ടത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, കൈയൊക്കെ കാണിച്ചു തന്നു. പിന്നെ അപ്പോഴേക്കും ഞാൻ ഏട്ടൻ എന്ത് ചെയ്യുന്നു നോക്കട്ടെ ഇവിടുന്ന് നോക്കുമ്പോഴേക്കും ബീഫ് കുറേ അടുപ്പിൽ ഒരുവിധം ആയിക്കൊണ്ടിരിക്കണല്ലോ. ആൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇതാക്കി, എല്ലാ ആൾ തന്നെ ചെയ്തു. കുരുമുളക്, ജീരകം അരച്ചത്, ഉരുളക്കിഴങ്ങ്,
ബീഫിൻ്റെ ഒപ്പം ഒന്നിട്ട് ആൾ തന്നെ ചെയ്തു. ഞാൻ അടുത്ത് നിന്നില്ല കേട്ടോ. ഞാൻ അലക്കാനും പിന്നെ മറ്റുള്ള പണികളൊക്കെ ചെയ്യാൻ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഞാനും ബാറും കൂടി നേരെ അമ്പലത്തേക്കാണ് പോയത്. അവിടെ പോയി ആദ്യം 1-ാം തീയതിയല്ലേ, അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണ് ഫസ്റ്റ് ഓടിയത്. വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവളാണ് ആദ്യം പോയി പ്രാർത്ഥിച്ചത്. ബാക്കിൽ ചെറിയ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക കണ്ടില്ലേ. അപ്പോൾ ഇതാണ് അവളുടെ പ്രാർത്ഥന. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, നമുക്ക് കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. അപ്പോൾ ബായ്, ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്. സൂപ്പർ.